എടാ നീ കാര്യം പറ. ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട നീ ഞെട്ടും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഞെട്ടിയിരിക്കുന്നു നിന്റെ ഈ വേഷം കണ്ടിട്ട്. ഇന്നെൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ആ അതാണാ? അത് ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലാണ് നീ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ആണോ? ഒരു മിനിറ്റ്, ഞാൻ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിക്കട്ടെ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിട്ട് നിനക്ക് എൻ്റെ വക ചെലവ് KFC. KFCയാ? പിടിച്ചു നന്നായി, ഞാൻ ശരിക്കും ഞെട്ടി. ഞെട്ടി തല കറങ്ങി വീഴുന്ന കിളമ്പോ നീ ഇപ്പൊ ഡ്രസ് മാറി വാ, വന്ന് കാറെടുക്ക്, പോവാ നമുക്ക്. കുഞ്ഞിപ്പാവയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്, നീ വെച്ചതാരാണി കിന്നരിപ്പൻ തലപ്പാവ്. പോവാ അവിടെ അല്ല, അവിടെ ഫ്രണ്ടി വന്ന് കയറും. എന്തേ നീ ഓടിക്കൂ? അന്ന് ഇങ്ങോട്ട് ഇറങ്ങി അപ്പുറത്ത് പോയിട്ട് ഇരിക്കും. അങ്കമാലി പറൂര് ഇരിഞ്ഞാലോ കൂടെ, അല്ലെങ്കിൽ ലുലുല് പോയാലോ? എന്തിനാ അവിടൊക്കെ പോണ? ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള തട്ടുകടയിൽ കിട്ടും. തട്ടുകടയില് KFCയാ? ആ, കോഴി ഫ്രൈഡ് ചിക്കൻ, ചിക്കന്റെ പാർട്സ് ഒക്കെ പാടുകൂടി, നല്ല രസമുള്ള സാധന. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് വെച്ചാ ഒന്നുമില്ല, മേലാക്കം ഇതുമാതിരി ചെലവായിട്ട് വരരുത് എന്ന്. ചേടാ, ഇവന് കോഴി ഫ്രൈഡ് ചിക്കൻ തിന്നാൻ യോഗല്ല. ഇനിയിപ്പൊ ആരെ വിളിക്ക? സിനിമയ്ക്ക് പോവാന്നാ? കഴിഞ്ഞ ദിവസമല്ലേ ആടുജീവിതം പോയി കണ്ടത്. ഇത് എന്നും സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അയ്യോ, സിനിമയല്ല, സിബിമേമ. ആ ചെവിയിലാ കുന്ത്രാണ്ടം വെച്ചിട്ടില്ല, ഞാൻ എടുത്തിട്ട് വരാം. ഫോൺ വന്നപ്പോ. ഹലോ, ആ ഹലോ തോമസേട്ടാ, നമുക്ക് KFC കഴിക്കാൻ പോയല്ലോ. KSF ഒന്നല്ല, KFC, ചിക്കൻ ചിക്കൻ ചിക്കൻ. ചിട്ടിയാ? തോമസേട്ടാ, ചിട്ടി പട്ടിയൊന്നുമല്ല, ചിക്കൻ ചിക്കൻ. ഇപ്പൊ തന്നെ നിലവിൽ എനിക്ക് 3 ഉണ്ട്. നീ ഒന്ന് വെച്ചിട്ട് പോയേ. ചിട്ടിയുടെ കാര്യം പറഞ്ഞോണ്ട് വന്നേക്കണ്. ആർക്കും കോഴി ഫ്രൈഡ് ചിക്കൻ വേണ്ട. ഒറ്റയ്ക്ക് വന്നവനാണ് ഈ ഞാൻ. ഞാൻ ഒറ്റയ്ക്ക് പോയി തന്നെ കോഴി ഫ്രൈഡ് ചിക്കൻ കഴിച്ചോളാം പട്ടികളെ.